മുല്ലപ്പെരിയാർ ടു കാശ്മീർ ഇങ്ങനൊരു ബോർഡ് കാണുമ്പോൾ എല്ലാവരുടെ മനസ്സിലൊരു കൗതുകം കാണും. എന്താണ് ഇങ്ങനൊരു ബോർഡ്? ഞാൻ വണ്ടിപ്പെരിയാർ ജീവിക്കുന്ന ഒരു നിവാസിയാണ്. മുല്ലപ്പെരിയാർ ഏകദേശം 850-830 സീ ലെവൽ എബോ നിൽക്കുന്ന ഒരു ഡാമാണ്, മേളിൽ നിൽക്കുന്ന ഡാം. പൊട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവിശ്വാസി അല്ലാത്തൊരു മനുഷ്യൻ പോലും ദൈവത്തെ വിളിച്ചു പോകുന്ന ഒരവസ്ഥയാണ് സംഭവിക്കാൻ പോകുന്നത്. എൻ്റെ ഒരു സ്വപ്നയാത്രയായിരുന്നു ഇന്ത്യ മൊത്തം ചുറ്റി ഇറങ്ങി സഞ്ചരിക്കുക, അവിടുത്തെ കൾച്ചേഴ്സ് അറിയുക, അങ്ങനെ ഒരു യാത്ര. അപ്പോൾ ആ യാത്രയിൽ ഒരു മിഷൻ, ഒരു മോട്ടോ ആയിട്ട് എനിക്ക് എടുക്കാൻ തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു യാത്ര 5 വർഷം മുമ്പ് പ്ലാൻ ചെയ്ത യാത്രയാണ്. 5 വർഷമായി യാത്രയ്ക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ദാരിദ്ര്യത്തിലാണ് ഈ പോകുന്നതെങ്കിൽ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയൊരു ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ സേവ് കേരള എന്നൊരു ഇതാണ് എനിക്ക് തോന്നിയിട്ട് ഒരു മോട്ടോ. സോ അഡ്വക്കേറ്റ് റസൂൽ ജോയ് സാറ് ഒരു പെറ്റീഷൻ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സാറിന് ഒരു പെറ്റീഷൻ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ നമ്മളൊരു 20 ലക്ഷം പേരുടെ ഒപ്പ് ഡിജി ആയിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന എത്രയും പേര് ഡിജി ആയിട്ട് ഒപ്പ് ഇടുക. ഈ സ്കാനർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിജി ആയിട്ട് ഒപ്പ് രേഖപ്പെടുത്തുന്നതാണ്. പറ്റുന്ന എത്രയും പേർക്ക് ഷെയർ ചെയ്യുക, ഡിജി ആയിട്ട് ഒപ്പ് സ്വീകരിക്കുക, ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക. നാളേക്ക് വേണ്ടി, നല്ലൊരു നാളേക്ക് വേണ്ടി സഹായിക്കുക. അത്രമാത്രം ചെയ്യുക. ഡിജി ആയിട്ട് ഒരു ഒപ്പ്, ഒറ്റൊരു ഒപ്പ് നിങ്ങൾക്ക് വേണ്ടി സൈൻ ചെയ്യാം. ഇതൊരു വലിയൊരു ആപത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ 6 ജില്ലകൾ തന്നെ ഇല്ലാതാകും. സോ ഇപ്പോഴെങ്കിലും ചിന്തിക്കുക. എല്ലാവരും ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക ഈ വീഡിയോ, എല്ലാവരിലും എത്തിക്കുക. വേറെ ഒന്നും വേണ്ട, നിങ്ങളുടെ ഒരു ഡിജി ആയിട്ടുള്ള ഒരു സൈൻ മതി. നമുക്കൊരു പെറ്റീഷൻ സമർപ്പിക്കാം. അതെങ്കിലും നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുക. കാരണം ഇത് നാളെ എന്തുവാ പറയുക, ഇങ്ങനൊരു വിപത്ത് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ അത് കേരള സിലബസിൽ പോലും പഠിക്കാൻ പറ്റത്തില്ല. കാരണം കേരളം ഉണ്ടെങ്കിൽ മാത്രമേ കേരള സിലബസിൽ പഠിക്കാൻ പറ്റുള്ളൂ. വേറെ ഉള്ള സംസ്ഥാനങ്ങൾ ഉള്ള സിലബസിൽ ഒരു വലിയൊരു ഇതായിട്ട്, വലിയൊരു ഇൻസിഡൻ്റായിട്ട് അത് രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. വലിയൊരു ദുരന്തമാണ് വരാൻ പോകുന്നത്. അത്രയും വലിയൊരു നാച്ചുറൽ കലാമിറ്റി നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മളെക്കൊണ്ട് പറ്റുന്നത്രയും ശ്രമിക്കുക. ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ സേവ് കേരള ബ്രിഗേഡ് ഭാഗമായിട്ട് അതെങ്കിലും ചെയ്യുക. വെറും ഒരു ഡിജി ആയിട്ട് സൈൻ ചെയ്ത് നിങ്ങളുടെ ഒരു മിനിറ്റ് പോലും നിങ്ങൾ അതിന് വേണ്ടി വേസ്റ്റ് ചെയ്യേണ്ടതല്ല. ആ ഒരു മിനിറ്റ് വേസ്റ്റ് ചെയ്യാൻ പോലും അത് ഭാവി തലമുറയ്ക്ക് വലിയൊരു നന്മയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ചിന്തിക്കുക.